ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഭാഗത്തിൽ ശ്രീ കാമകലാവിലാസത്തിലെ 40-ാമത്തെ ശ്ലോക വിവരണത്തിൽ വശിനി മുതലായ രഹസ്യ യോഗിനികൾ ആവരണ ദേവതകളായിരിക്കുന്ന 7-ാമത്തെ ആവരണം അഷ്ടകോണം ആകുന്ന സർവരോഗഹര ചക്രത്തിൻ്റെ തത്വ വിശദീകരണമാണ് നമ്മൾ നോക്കിയത്. ഇനി ഈ ആവരണത്തിലെ മുദ്രാശക്തിയെക്കുറിച്ചുള്ള വാസനാഭാഗം പ്രധാനമായും യോഗിനി ഹൃദയത്തെ ആസ്പദമാക്കിയുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പരിച്ഛിന്നമായിരിക്കുന്ന ഭേദദൃഷ്ടിയാണ് രോഗം. അതുതന്നെയാണ് ഭവരോഗമെന്നും അതിനെ ഹനിക്കുന്നത് കൊണ്ട് ഈ ആവരണം സർവരോഗഹര ചക്രം എന്നറിയപ്പെടുന്നു എന്നും യോഗിനി ഹൃദയത്തിൻ്റെ പ്രഥമ പടലത്തിൽ ചക്ര സങ്കേതത്തിൽ പറഞ്ഞിരിക്കുന്നു. ഭേദലക്ഷണം ഷട്രിംശത്ത് തത്വാത്മകം സർവമേവ രോഗഃ തസ്യ ഹരം അഭേദപ്രതീതി ഹേതുത്വാത്. 36 തത്വങ്ങളായി വികസിച്ച ഈ പ്രപഞ്ചമാകുന്ന സംസാരം തന്നെയാണ് രോഗം, ഭവരോഗം. എല്ലാം പരസ്പരം ഒന്നിനൊന്ന് അന്യമാണ് എന്ന ഭേദദൃഷ്ടി ഇല്ലാതാക്കുന്നതാണ് രോഗഹരം. അഭേദപ്രതീതി ഉളവാക്കുന്നത് കൊണ്ട്, അതായത് ഭേദഭാവത്തെ ഹനിക്കുന്നത് കൊണ്ട് സർവരോഗഹര ചക്രം. എന്നാൽ ഈ രോഗം മറ്റൊരു തരത്തിൽ ഉള്ളതാണ് എന്നും യോഗിനി ഹൃദയത്തിൽ തന്നെ പറയുന്നുണ്ട്. ധർമാധർമ്മസ്യ സംഘട്ടാത് ഉത്ഥിതാ വിത്തിരൂപിണി വികൽപ്പോത്ഥക്രിയാലോപ രോഗദോഷ വിഘാതിനി. ധർമ്മ അധർമ്മസ്യ സംഘട്ട, ധർമ്മവും അധർമ്മവുമായുള്ള കൂട്ടിമുട്ടൽ. ഇവിടെ ധർമ്മം നിഷേധാത്മകമല്ലാത്തത്, അധർമ്മം നിഷേധാത്മകമായത് എന്ന അർത്ഥം ധരിക്കരുത്. എന്നുവെച്ചാൽ ധർമ്മം പോസിറ്റീവ്, അധർമ്മം നെഗറ്റീവ് എന്ന് അർത്ഥമെടുക്കരുത്. ധർമ്മവും ധർമ്മരാഹിത്യവും, അതായത് അടിസ്ഥാനമായിട്ട് ധർമ്മമുള്ളതും അടിസ്ഥാനമായിട്ട് യാതൊരു ധർമ്മവും ഇല്ലാത്തതും എന്ന് വേണം അർത്ഥം ഗ്രഹിക്കാൻ. ഇവിടെ സൃഷ്ടി മുതലായ സകല ധർമ്മങ്ങളോടും കൂടിയ ശക്തി എന്നും സകല ധർമ്മരാഹിത്വത്തോടു കൂടിയ നിരുപാധിക ശിവം എന്നുമാണ് അർത്ഥം. ഇവിടെ സംഘട്ടം എന്നതിൻ്റെ പൊരുൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ശിവശക്തിയോഹോ സംഘട്ടയിതി സമ്യക് ഘട്ടനം ചലനം സ്പന്ദരൂപത സ്വാത്മോച്ഛലത്ത ഇത്യർത്ഥഃ. പരസ്പരം സ്പന്ദിച്ച് യോജിച്ചുള്ള ഉയർച്ച, അതാണ് സംഘട്ടം, അതായത് സാമരസ്യം എന്ന അർത്ഥം. സംഘട്ടാത് ഉത്ഥിത വിത്തിരൂപിണി, ആ സാമരസ്യത്തിൽ ഉണ്ടാവുന്നതാണ് സംവിദ്രൂപിണിയായ ചിത് ശക്തി. ആ ചിത് ശക്തി ആനന്ദസ്വരൂപിണിയുമാണ് എന്നും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ആ സംവിദ്രൂപിണി വികൽപ്പോത്ഥ ക്രിയാലോപ രോഗദോഷ വിഘാതിനിയാണ്. എന്ന് വെച്ചാൽ വികൽപ്പത്തിൽ നിന്നുണ്ടാവുന്ന ക്രിയാലോപങ്ങളെ നശിപ്പിക്കുന്നവൾ എന്ന അർത്ഥം. എന്താണ് ഇതിന്റെ പൊരുൾ? വികൽപ്പഃ കോടിദ്വയാവലംബനം ഏവം വാ ന വാ ഇതി സംശയജ്ഞാനം. വികൽപ്പോത്ഥാഃ ക്രിയാ നിത്യനൈമിത്തിക കാമ്യരൂപാഃ തല്ലോപേന പ്രത്യവായഃ പ്രായോ ജായത്തെ തസ്യ വിഘാതിനി വികൽപ്പരൂപ രോഗാണാം ഹാരിണി. നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങൾ എന്ന് കർമ്മത്തെ 3 വിഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ മതജാതി കുല സാമുദായിക വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നിത്യം ചെയ്യേണ്ട കർത്തവ്യങ്ങളാണ് നിത്യകർമ്മങ്ങൾ. ചില വിശേഷ സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടതായ കർമ്മങ്ങളാണ് നൈമിത്തിക കർമ്മങ്ങൾ. ഉദാഹരണത്തിന് ശ്രാദ്ധ ദിനത്തിൽ ചെയ്യേണ്ട പിതൃബലി പോലെയുള്ള കർത്തവ്യങ്ങൾ. 3-ാമത്തേത് കാമ്യകർമ്മങ്ങൾ, അവനവന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ. ഇങ്ങനെയുള്ള 3 തരം കർമ്മങ്ങളിൽ കോടിദ്വയ ആലംബനം ഏവം വാ ന വാ ഇതി സംശയജ്ഞാനം. അതായത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അതോ അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് 2 കോടികളിലായി, 2 അറ്റമായുള്ള, അതായത് 2 എക്സ്ട്രീമുകളിലുള്ള ആശങ്കയിൽ ഉഴലുന്നതാണ് സംശയജ്ഞാനം. അത് ഈ പറഞ്ഞ 3 തരം കർമ്മങ്ങളുടെ നിർവഹണത്തിന് ലോപം വരുത്തുന്നത് കൊണ്ട് അത് ഒരു ദോഷമാണ്. അതൊരു തരം മനോരോഗവുമാണ്. താൻ പരിപൂർണ ശിവസ്വരൂപനാണ് എന്നുള്ള ബോധം വിസ്മരിക്കപ്പെടുന്നത് കൊണ്ടുണ്ടാവുന്ന രോഗം. അത് ജീവന്മാരുടെ ജീവിതയാത്രയ്ക്ക് വിലങ്ങുതടിയുമാണ്. ഇവിടെ ശ്രീ അമൃതാനന്ദനാഥർ ഒരു ശ്ലോകം ഉദ്ധരിക്കുന്നുണ്ട്.
അപൂർണം മന്യത വ്യാധി കാർപ്പണ്യൈക നിദാന ഭൂഹു ക്ലേശാവഹോതി കഷ്ടശ്ച. അപൂർണനാണ് താൻ എന്ന് സ്വയം കരുതുന്നതാണ് എല്ലാറ്റിലും വലിയ രോഗം. ഈ രോഗം കാരണം ഒരു വ്യക്തിയുടെ അവസ്ഥ ദയനീയമായി തീരുന്നു. അതുകൊണ്ട് അതിയായ ക്ലേശവും വളരെയധികം കഷ്ടതയും അനുഭവിക്കുന്നു എന്ന് അർത്ഥം. ഇനി ഈ ആവരണത്തിന്റെ മുദ്രയുടെ തത്വം മനസ്സിലാക്കാം. സർവഖേചരീ മുദ്രയാണ് ഈ 7ാമത്തെ അഷ്ടകോണ ചക്രത്തിലെ മുദ്രാശക്തി. വികൽപരൂപ രോഗാണാം ഹാരിണി ഖേചരീ പര സർവരോഗഹരാഖ്യേതു ചക്രേ സംവിന്മയി സ്ഥിത. വികൽപരൂപത്തിലുള്ള ഈ രോഗത്തെ നശിപ്പിക്കുന്നതാണ് ഈ ആവരണത്തിൽ ദേവതാപ്രീതിക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്ന സർവഖേചരീ മുദ്ര. ആ സംശയജ്ഞാന രൂപത്തിലുള്ള വികൽപ രോഗത്തെ ഇല്ലാതാക്കുന്ന സംവിജ്ഞാന സ്വരൂപിണിയായതുകൊണ്ട് ചിദ് ശക്തി ഖേചരി എന്നറിയപ്പെടുന്നു എന്ന് ശ്രീ അമൃതാനന്ദനാഥർ തന്റെ ചിദ്വിലാസസ്തവത്തിലും പറയുന്നുണ്ട്. ഖേ നിരസ്ത സകല ക്രിയാക്രമേയ ചിതിശ്ചരതി ശാശ്വതോദയ സാ ശിവത്വ സമവാപ്തികാരിണി ഖേചരി സകല ഖേദഹാരിണി. സമസ്ത പ്രപഞ്ചവും ജീവജാലങ്ങളും കർമ്മത്തിൽ ലയിച്ചിരിക്കുകയാണ്. നിർവികൽപ ബോധഭൂമി എന്നറിയപ്പെടുന്ന ജ്ഞാനാകാശത്തിൽ ചലിക്കുന്നവളാണ് സംവിത് സ്വരൂപിണിയായ ചിത് ശക്തി. കർമ്മങ്ങളിൽ, അതായത് നിത്യ നൈമിത്തിക കാമ്യകർമ്മങ്ങളിൽ ഉണ്ടാകുന്ന ക്ലേശരൂപമായ സകല ദോഷങ്ങളെയും നശിപ്പിച്ച് ജീവന്മാരെ ശിവത്വം പ്രാപിക്കാൻ സഹായിക്കുന്നു ഖേചരിയായ ആ ചിത് ശക്തി എന്ന അർത്ഥം. ഹൃദയാന്തർഭാഗത്തിലുള്ള ദഹരാകാശം തന്നെയാണ് ആ ജ്ഞാനാകാശം. അവിടെ നിറഞ്ഞിരിക്കുന്ന ദഹരാകാശ രൂപിണിയാണ് ഖേചരീ ശക്തിയായ ചിത് ശക്തി. സേതുബന്ധത്തിൽ ശ്രീ ഭാസ്കരരായർ പറയുന്നത് ഇങ്ങനെയാണ്: നിർവിഷയജ്ഞാന പരാക്രിയാശക്ത്യഭിന്ന ത്രിപുരസുന്ദര്യേവ ഖേചരീ മുദ്രാ ഭൂത്വ സർവരോഗഹരേ ചക്രേ സ്ഥിതേത്യർത്ഥഃ. അതായത് പരദേവതയായ ശ്രീ മഹാത്രിപുരസുന്ദരി തന്നെയാണ് സകല കർമ്മങ്ങളെയും ചലിപ്പിക്കുന്ന പരാക്രിയാശക്തി. വിഷയങ്ങളോടുള്ള ആസക്തി ഒഴിഞ്ഞ നിർവിഷയജ്ഞാന ഭാവത്തില് ഖേചരീ മുദ്രയുടെ രൂപം സ്വീകരിച്ച് സർവരോഗഹര ചക്രത്തിൽ നിലകൊള്ളുന്നു എന്ന അർത്ഥം. ഈ മുദ്രയുടെ രൂപചിത്രം വീഡിയോയിൽ കാണിച്ചിട്ടുള്ള രീതിയിലാണ്. ദ്വന്ദ്വ തതുപരിസ്ഥിത മധ്യമാദ്വയ അഗ്രസംയുക്ത അങ്കുഷ്ഠദ്വയ അഗ്രസംയോജന ലക്ഷണ ബന്ധന രൂപ ശിവശക്തിദ്വയ സംഘട്ടാത് ഉത്ഥിത പരാ നിർവികൽപ ബോധഭൂമി സഞ്ചാരിണി. വലത്തും ഇടത്തും കൈകൾ യഥാക്രമം ശിവത്തിന്റെയും ശക്തിയുടെയും പ്രതീകങ്ങളാണ്. അവ രണ്ടും കൂട്ടിപ്പിടിക്കുന്നത് സാമരസ്യ തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിരുന്നു. വലത്തെ കൈ ഇടത്തെ വശത്തായി ചുറ്റി ഇടത്തെ കൈയുടെ താഴെ വെച്ച് ചെറുവിരലുകളും മോതിരവിരലുകളും ചൂണ്ടുവിരൽ കൊണ്ട് വളച്ച് പിടിച്ച് നടുവിരലുകളും തള്ളവിരലുകളും ചേർത്ത് നിവർത്തി പിടിക്കുമ്പോൾ അത് ഖേചരി ആയ പക്ഷിയുടെ ചുണ്ടുപോലെ രൂപപ്പെടും. ചൂണ്ടുവിരലുകളും മോതിരവിരലുകളും ചെറുവിരലുകളും നിത്യ നൈമിത്തിക കാമ്യകർമ്മങ്ങളെ പ്രതിനിധീകരിക്കുന്നവയാണ്. അവ മൂന്നും മുറുക്കി പിടിച്ചിരിക്കുന്നത് ഈ 3 വിധം കർമ്മങ്ങളും നിയന്ത്രിതങ്ങളാണ് എന്ന് സൂചിപ്പിക്കാനാണ്. നടുവിരലുകളും തള്ളവിരലുകളും നിവർത്തി ഉയർന്നു നിൽക്കുന്നത് വികൽപരൂപ രോഗഹാരിണിയായ സംവിദ്രൂപ ചിത് ശക്തിയെ കുറിക്കുന്നു. ഇതാണ് സർവരോഗഹര ചക്രത്തിലെ സർവഖേചരീ മുദ്രയുടെ പ്രാധാന്യം ഉണർത്തുന്നത്. എന്നാൽ ഇന്ന് കൂടുതലും യോനി മുദ്രയിൽ കൂടിയാണ് വലത്തെ കൈ ഇടത്ത് വശത്തായി ചുറ്റി ഇടത്തെ കൈ താഴെ വെച്ച് സർവഖേചരീ മുദ്ര നവാവരണ പൂജയിൽ പ്രദർശിപ്പിക്കുന്നത്. ഇനി അന്തർദശാരം എന്ന് പറയുന്ന സർവരക്ഷാകര ചക്രത്തിലെ ആവരണ ദേവതകളെ വിവരിക്കുകയാണ് അടുത്ത 41-ാമത്തെ ശ്ലോകത്തില്. 41-ാമത്തെ ശ്ലോകം: തദ്വിഷയവൃത്തയസ്താഃ സർവജ്ഞാതിസ്വരൂപമാപന്നാഃ അന്തർദശാരനിലയാ ലസന്തി ശരദിന്ദു സുന്ദരാകാരാഃ. ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം. തദ് വിഷയവൃത്തയഃ, വസുകോണത്തിന്റെ അതായത് അഷ്ടകോണത്തിന്റെ സമീപത്തിൽ വസിക്കുന്ന വിഷയജ്ഞാനം ഉണ്ടാക്കുന്ന വൃത്തിരൂപത്തോട് കൂടിയ താഹ ആ ശക്തികൾ അന്തർദശാര നിലയാഹ, അന്തർദശാര ചക്രം വാസസ്ഥാനമായി ഉള്ളവരായും
ശരദിന്ദു സുന്ദരാകാരാഹ. ശരദിന്ദു സുന്ദര ആകാരാഹ. ശരത്കാല പൂർണ്ണചന്ദ്രനെയൊത്ത് ലാവണ്യമുള്ളവരായും സർവജ്ഞാതി സ്വരൂപം ആപന്നാഹ. സർവജ്ഞ, സർവശക്തി എന്നിങ്ങനെയുള്ള 10 ശക്തികളുടെ രൂപത്തോടു കൂടിയവരായും ലസന്തി പരിലസിക്കുന്നു. സർവരക്ഷാകര ചക്രം എന്നറിയപ്പെടുന്ന 6ാമത്തെ ആവരണമാണ് അന്തർദശാരം. അഷ്ടകോണത്തിന്റെ തൊട്ടടുത്തുള്ള 10 കോണുകളുള്ള ചക്രം. അതിലുള്ള 10 ആവരണ ദേവതകളാണ് സർവജ്ഞ, സർവശക്തി, സർവൈശ്വര്യപ്രദ, സർവജ്ഞാനമയി, സർവവ്യാധി വിനാശിനി, സർവാധാരസ്വരൂപ, സർവപാപഹര, സർവാനന്ദമയി, സർവരക്ഷാസ്വരൂപിണി, പിന്നെ സർവേപ്സിത ഫലപ്രദ എന്നീ 10 ശക്തികൾ. ത്രിപുരമാലിനിയാണ് ചക്രേശ്വരി. ശരദിന്ദു സുന്ദര ആകാരാഹ. ശരത്കാല പൂർണ്ണചന്ദ്രന്റെ ധവള നിറമാണ് ഈ 10 യോഗിനികൾക്കും. ശ്രീ നടനാനന്ദനാഥർ ചിദ്വല്ലി വ്യാഖ്യാനത്തിൽ ഒരു ശ്ലോകം ഉദ്ധരിച്ചിട്ടുണ്ട്. അതില് അന്തർദശാരക ദേവ്യോ വിദ്യുത് പുഞ്ച നിഭാഹ ശുഭാഹ. അതായത് മിന്നൽക്കൂട്ടത്തിന്റെ പ്രകാശത്തോടു കൂടിയവരായിട്ടാണ് അന്തർദശാരത്തിലെ ഈ ആവരണ ദേവതകളെ പറഞ്ഞിരിക്കുന്നത്. നിഗർഭയോഗിനികൾ എന്ന് ഇവർ അറിയപ്പെടുന്നു. അന്തർദശാരം എന്ന് പറയുന്ന ശ്രീചക്രത്തിന്റെ 6ാമത്തെ ആവരണത്തിൽ അവരുടെ സ്ഥാനം വീഡിയോയിലെ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം. വിഷയജ്ഞാനം ഉണ്ടാക്കുന്ന 10 വൃത്തികളാണ്, അതായത് 10 കർമ്മങ്ങളാണ് ശബ്ദവൃത്തി, സ്പർശവൃത്തി, രൂപവൃത്തി, രസവൃത്തി, ഗന്ധവൃത്തി, സുഖാകായ വൃത്തി, പിന്നെ മനോവൃത്തി, ചിത്തവൃത്തി, ബുദ്ധിവൃത്തി, അഹങ്കാരവൃത്തി എന്നിവ. സർവജ്ഞ മുതലായ ഈ 10 നിഗർഭയോഗിനികളും പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ 10 വൃത്തികളും. ഇന്ദ്രിയങ്ങൾക്കും അന്ധക്കരണങ്ങൾക്കും അനുയോജ്യമായ വൃത്തിയെ തിരിച്ചറിഞ്ഞ് ആത്മസ്വരൂപവുമായി ഐക്യപ്പെടുത്തി രക്ഷിക്കുന്നത് കൊണ്ടാണ് സർവരക്ഷാകര ചക്രം എന്ന പേരിൽ ഈ ആവരണം അറിയപ്പെടുന്നത്. മാത്രമല്ല, പ്രപഞ്ചരക്ഷണമായ എല്ലാവിധത്തിലുമുള്ള ഭേദജ്ഞാനം ആകുന്ന ശത്രുവിന് എതിരായി പരശിവ അഭേദ പ്രതീതി രൂപത്തിലുള്ള രക്ഷ നൽകുന്നതുകൊണ്ടും സർവരക്ഷാകര ചക്രം എന്ന് ഈ പേരിന്റെ നിർവചനം ദീപികാ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. രക്ഷാനാമ സർവസ്മാത് ഭേദ പ്രപഞ്ചലക്ഷണാത് പരിപന്ഥിനോ രക്ഷ പരശിവ അഭേദവൃത്തി രൂപ എന്ന്. അതുപോലെ നിഗർഭയോഗിനികൾ എന്ന് അറിയപ്പെടുന്നതിനുള്ള കാരണവും നിത്യാഷോഡശികാർണവത്തിന്റെ വ്യാഖ്യാനത്തിൽ ശ്രീ ഭാസ്കരരായർ പറഞ്ഞിട്ടുണ്ട്. ഇതരാം ഗർഭ ഇവ നിഗർഭോ രഹസ്യതമ ഇത്യർത്ഥ. നിഗർഭ എന്നതിന് ഗർഭപാത്രം പോലെ എപ്പോഴും രഹസ്യതമമായി, അത്യധികം രഹസ്യമായി ഇരിക്കുന്നത് എന്ന് അർത്ഥം. മുക്താഹാര സമവർണ ചതുർഭുജോ വജ്രശക്തി തോമര ചക്രാണി ദധാനാധ്യേയ. ഈ നിഗർഭയോഗിനികൾ വെൺമുത്തിന് സമാനമായ ധവളവർണ്ണത്തോടുകൂടി വജ്രം, ശക്തി, തോമരം, ചക്രം എന്നീ ആയുധങ്ങൾ ധരിക്കുന്നവരായി ധ്യാനിക്കപ്പെടേണ്ടവരാണ്. അക്ഷസ്രക് പുസ്തകധര കർപ്പൂര രുചിരാകൃതി അന്തർദശക ദേവീസ്ഥാഹ സർവജ്ഞാദ്യാഹ സമാശ്രയേ. അക്ഷമാലയും പുസ്തകവും ധരിച്ചവരായും കർപ്പൂരത്തിന്റെ തൂവെള്ള നിറമുള്ളവരായുമാണ് സർവജ്ഞാതി നിഗർഭയോഗിനികളെ കാമേശ്വരി സ്തുതിയിൽ സ്തുതിച്ചിരിക്കുന്നത്. സർവരക്ഷാകര ചക്രത്തിലെ സിദ്ധി പ്രാകാമ്യ സിദ്ധിയാണ്. എന്താണത്? മാതൃമാന പ്രമേയാണാം പുരാണാം പരിപോഷിണി ത്രിപുരാമാലിനി ഖ്യാത ചക്രേശി സർവമോഹിനി വിദ്യാശക്തി വിശുദ്ധിം ച സിദ്ധിം പ്രാകാമ്യ സംജ്ഞിതാം. ഇതിന് ശ്രീ അമൃതാനന്ദനാഥർ അർത്ഥം പറഞ്ഞിരിക്കുകയാണ്. മാതൃമാനമേയാനി ഏവ പുരാണി തേഷാം പുരാണാം പരിപോഷിണി പ്രധാനേന ഉപബ്രഹ്മിണി അതയേവ ത്രിപുരാമാലിനി ഖ്യാത നിരുക്ത ഷഷ്ടചക്രേശ്വരി സർവമോഹിനി. മാതൃമാനമേയങ്ങളായ ത്രിപുടി തന്നെയാണ് പുരങ്ങൾ. ത്രിപുടിയാകുന്ന മലിനത്തെ വർദ്ധിപ്പിക്കുന്ന ഉപബ്രഹ്മിണി. ഉപബ്രഹ്മണം എന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കൽ. ത്രിപുടിയാകുന്ന മാലിന്യം ജീവികളിൽ വർദ്ധിപ്പിക്കുന്നവളായതുകൊണ്ട്, പരിപോഷിപ്പിക്കുന്നവളായതുകൊണ്ട് ത്രിപുര മാലിനി. ത്രിപുരാമാലിനീഖ്യാത ചക്രേശി സർവമോഹിനി. സർവമോഹിനിയായി പരസ്പര ഭേദബുദ്ധിയെ ഉണ്ടാക്കുന്ന മോഹത്തെ വളർത്തുന്നത് കൊണ്ടാണ് ത്രിപുടിയുടെ കൽപ്പന ഉണ്ടാവുന്നത്.
മായാതത്വരൂപത്തില് സർവവും തന്റെ സ്വരൂപമാക്കിയിരിക്കുന്ന ചക്രേശി ത്രിപുരമാലിനി ഇഷ്ടാനുസരണം രൂപം സ്വീകരിക്കാവുന്ന പ്രാകാമ്യസിദ്ധിയുടെ അധിഷ്ഠാത്രയും കൂടിയാണ്. വിദ്യാശക്തേഹേ സൗഭാഗ്യവിദ്യാവർണവാച്യായാഹ ഷട്ത്രിംശത് തത്വമയ്യാ വിശുദ്ധി തദതീത പരചില്ലക്ഷണ തദ്രൂപാം പ്രാകാമ്യ സംജ്ഞിതാം സിദ്ധിം കാമന അനുരൂപലക്ഷണാം. സൗഭാഗ്യവിദ്യാമയമായ മാതൃകാവർണ്ണങ്ങളാകുന്ന വാചകങ്ങളുടെ വാച്യരൂപമായ 36 തത്വങ്ങളുടെ വിശുദ്ധി കൈവരിച്ച് തത്വാതീതമായ പരചിത് സ്വരൂപ അനുഭൂതി ലഭിക്കുമ്പോൾ അതിന് അനുരൂപമായ പ്രാകാമ്യസിദ്ധി ഈ ചക്രേശ്വരി പ്രദാനം ചെയ്യുന്നു. അതായത് ഇതിന്റെ സാരാർത്ഥം ഇത്രയുള്ളൂ. ചക്രേശ്വരിയായ ത്രിപുരമാലിനി സർവവും തന്റെ സ്വരൂപമാക്കിയിരിക്കുന്ന അനുഭൂതിയെ ഈ ആവരണത്തിൽ ഉപാസിക്കുന്ന തത്വവിശുദ്ധി കൈവരിച്ച് സാധകർക്ക് സിദ്ധിച്ചു കൊടുക്കുന്നു എന്ന് സാരം. അതുതന്നെയാണ് പ്രാകാമ്യ സിദ്ധി. എന്താണ് തത്വവിശുദ്ധി? കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞ ത്രിപുടീ താദാത്മ്യം, അതായത് യൂണിഫിക്കേഷൻ ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ് തന്നെയാണ് തത്വവിശുദ്ധി. പ്രതികൂല പദാർത്ഥാത് സർവസ്മാത് രക്ഷാം ശിവാഹംഭാവ ഭാവനാ ലക്ഷണാം കരോതി. ശിവ അഹംഭാവത്തിന്റെ പ്രസാരം നൽകി പ്രതികൂല പദാർത്ഥങ്ങളുടെ സമ്പർക്കം വഴി ഉണ്ടാവുന്ന കഷ്ടതകളിൽ നിന്നും സാധകനെ രക്ഷിക്കുന്നതുകൊണ്ട് സർവരക്ഷാകര ചക്രം എന്നാണ് ഈ ചക്രത്തിന്റെ പേരിനുള്ള കാരണം യോഗിനി ഹൃദയം പറയുന്നത്. ഇനി ഈ ആവരണത്തിലെ മുദ്രാശക്തിയുടെ തത്വം നോക്കാം. സർവമഹാങ്കുശ മുദ്രയാണ് ഈ സർവരക്ഷാകര ചക്രത്തിലെ മുദ്ര. വാമാശക്തി തന്നെയാണ് ഇവിടെയും പ്രധാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാമാശക്തി പ്രധാനാത്തു മഹാങ്കുശമയീ പുനഃ തദ്വദ് വിശ്വം വമന്തി സ ദ്വിതീയേതു ദശാരകേ. അങ്കുശം എന്ന് പറഞ്ഞാൽ ആനത്തൊട്ടി. ബീജഭാവസ്ഥിതം വിശ്വം സ്ഫുടീകർത്തും യതോന്മുഖി വാമാ വിശ്വസ്യ വമനാത് അങ്കുശാകാരതാം ഗത. അതായത് ബീജരൂപത്തിലുള്ള വിശ്വത്തെ അതിന്റെ പരിണാമത്തിനു വേണ്ടി വമിക്കുന്ന വാമാശക്തി അങ്കുശത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു എന്ന് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. അടുത്തതായി പറയാനിരിക്കുന്ന 5ാമത്തെ ആവരണത്തിലെ സർവോന്മാദിനി മുദ്രയുടെ വിപുലീകരണമാണ് ഈ സർവമഹാങ്കുശ മുദ്ര. സർവമഹാങ്കുശ മുദ്രയുടെ ചിത്രം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാവുന്നതാണ്. ശിവപ്രതീകമായ വലത്തെ കൈയും ശക്തിയുടെ പ്രതീകമായ ഇടത്തെ കൈയും യോജിപ്പിച്ച് 2 കൈയിലെയും നടുവിരലുകളെ കൊണ്ട് ചെറുവിരലുകൾ വളച്ച് പിടിച്ച് തള്ളവിരലുകളുടെ അറ്റം നടുവിരലിന്റെ അറ്റവുമായി യോജിപ്പിക്കണം. എന്നിട്ട് മോതിരവിരലുകൾ രണ്ടും നിവർത്തിപ്പിടിച്ച് അറ്റങ്ങൾ യോജിപ്പിക്കുകയും നിവൃത്തിയ ചുണ്ടുവിരൽ അങ്കുശമായി തോന്നുന്ന വിധത്തിൽ വളച്ച് പിടിക്കുകയും വേണം. വാമാശക്തി പ്രധാനത്വാത് വക്രാകാര തർജനീ ബന്ധനരൂപ വിശ്വം വമന്തി സൃഷ്ടിരൂപത്വാത് തദ്വത് പരമശിവവത് പരശിവ സാമരസ്യ പരാനന്ദപ്രവണരൂപ മഹാങ്കുശമുദ്ര. ഒരു കെട്ടുപോലെ വളഞ്ഞിരിക്കുന്ന ചൂണ്ടുവിരൽ പ്രപഞ്ചം വമിക്കുന്ന വാമാശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ട് ഈ മുദ്ര സൃഷ്ടിരൂപവും പരമശിവ സമാനവും സാമരസ്യത്തിലുണ്ടാവുന്ന പരാനന്ദത്തിൽ ലീനമായതുമാണ് എന്ന് ശ്രീ അമൃതാനന്ദനാഥർ പറഞ്ഞിരിക്കുന്നു. ജഗത് സൃഷ്ടിക്കും പരിപാലനത്തിനും വേണ്ട വാമാശക്തി പ്രധാനമായ പരാനന്ദ ശക്തി രൂപമാണ് ഈ സർവമഹാങ്കുശ മുദ്ര. ശിവശക്തി സാമരസ്യത്തിന്റെ ഉത്തുംഗമായ പരാനന്ദത്തെയാണ് ഈ മുദ്ര സർവരക്ഷാകര ചക്രത്തിൽ പ്രദാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഈ ആനന്ദം ബഹിർമുഖമായി പ്രപഞ്ചദശയിലേക്ക് നീങ്ങുന്ന അടുത്ത ആവരണങ്ങളിലും ആവർത്തിക്കുന്നത് നമുക്ക് ആ ആവരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാവും. പക്ഷേ അതിൻ്റെ തീവ്രതയും ഗുണനിലവാരവും പടിപ്പടിയായി കുറഞ്ഞു വരുന്നതും കാണാം. കാരണം കൂടുതൽ പ്രാപഞ്ചിക ദശയിലേക്ക് നീങ്ങുന്നതിനെയാണ് ശ്രീചക്രത്തിൻ്റെ പടിപ്പടിയായി വരുന്ന അടുത്തടുത്ത ആവരണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. ഇനി അടുത്ത 42ാമത്തെ ശ്ലോകത്തിൽ 5ാമത്തെ ആവരണം വിവരിക്കുകയാണ്. 42ാമത്തെ ശ്ലോകം. തദ്ബാഹ്യ പംക്തികോണേ യോഗിന്യഃ സർവസിദ്ധിതാ പൂർവാഃ ദേവീധി കർമ്മേന്ദ്രിയ വിഷയമയ വിശദവേഷഭൂഷാഢ്യാഃ. ശരി, അപ്പോൾ പദാർത്ഥം നോക്കാം. സർവസിദ്ധിപ്രദാ പൂർവാഹ.
സർവസിദ്ധിപ്രദ, സർവസമ്പത്പ്രദ മുതലായ യോഗിന്യ, കുളോത്തീർണ യോഗിനികൾ എന്നറിയപ്പെടുന്ന 10 പേരും ദേവീ ധീ കർമ്മേന്ദ്രിയ വിഷയമയ, പരദേവതയുടെ ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം എന്നിവയുടെ വിഷയങ്ങളുടെ സ്വരൂപത്തിൽ ശോഭിക്കുന്നവരായി. ധീ എന്നത് ജ്ഞാനേന്ദ്രിയങ്ങളെ ഉദ്ദേശിച്ചാണ്. ധീ കർമ്മേന്ദ്രിയ വിഷയമയ. പിന്നെ വിശദവേഷഭൂഷാഢ്യ, നിർമ്മലമായ അഥവാ വെളുത്ത വേഷഭൂഷണങ്ങളോട് കൂടിയവരായി. തദ് ബാഹ്യപങ്ക്തികോണെ, അന്തർദശാരത്തിന് പുറത്തുള്ള ബഹിർദശാര ചക്രത്തില് ഭാസന്തെ, പ്രകാശിക്കുന്നു. ഭാസന്തെ എന്നും കൂടി ചേർത്ത് തദ് ബാഹ്യപങ്ക്തികോണെ ഭാസന്തെ അല്ലെങ്കിൽ ലസന്തി എന്ന് ചേർത്ത് അർത്ഥം പൂരിപ്പിക്കണം. അപ്പോ ആരൊക്കെയാണ് ഈ 10 പേര്? സർവസിദ്ധിപ്രദ, സർവസമ്പത്പ്രദ, സർവപ്രിയങ്കരി, സർവമംഗളകാരിണി, സർവകാമപ്രദ, സർവദുഃഖ വിമോചനി, സർവമൃത്യുപ്രശമനി, സർവവിഘ്നനിവാരിണി, സർവാംഗസുന്ദരി, സർവസൗഭാഗ്യദായിനി. ഈ 10 കുളോത്തീർണ യോഗിനികളും വിശദവേഷഭൂഷാഢ്യ, വെളുത്ത വസ്ത്രവും ആഭരണങ്ങളും ധരിച്ച് സർവാർത്ഥ സാധക ചക്രം എന്നറിയപ്പെടുന്ന ബഹിർദശാരത്തില് ആവരണ ദേവതകളായി സ്ഥിതി ചെയ്യുന്നു. ഈ 10 ദേവതകളും പരദേവതയുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമാണ് എന്ന് അർത്ഥം. കുലകൗലിക യോഗിന്യ സർവസിദ്ധിപ്രദായികാഹ ശ്വേതാംബരധരാ ശ്വേതാഹ ശ്വേതാഭരണഭൂഷിതാഹ എന്നാണ് യോഗിനി ഹൃദയം കുലോത്തീർണ യോഗിനികളെ വിവരിക്കുന്നത്. അതായത് സർവസിദ്ധിപ്രദം എന്ന ബഹിർദശാര ചക്രത്തിലെ കുലകൗലിക യോഗിനികൾ വെളുത്ത നിറമുള്ളവരും വെളുത്ത വസ്ത്രം, ആഭരണങ്ങൾ എന്നിവ ധരിച്ചവരും സർവസിദ്ധികളെയും പ്രദാനം ചെയ്യുന്നവരുമാണ് എന്ന് അർത്ഥം. കുളോത്തീർണ യോഗിനികൾ എന്നല്ല, കുലകൗല യോഗിനികൾ എന്നാണ് ഈ ആവരണത്തിന്റെ ദേവതകൾ യോഗിനി ഹൃദയത്തിലും ദീപിക, സേതുബന്ധം എന്നീ വ്യാഖ്യാനങ്ങളിലും പറയപ്പെട്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മന്ത്രങ്ങളുടെ സ്വയം പ്രകാശന രൂപത്തിലുള്ള പ്രയോജന രൂപമായ സർവ അർത്ഥങ്ങളെയും സാധിച്ചു കൊടുക്കുന്ന ചക്രമാണ് സർവ അർത്ഥസാധക ചക്രം എന്ന് പറഞ്ഞിരിക്കുകയാണ്. മന്ത്രാണാം സ്വപ്രധാരൂപ യോഗാദന്വർത്ഥ സംജ്ഞകേ സർവസിദ്ധിപ്രദാദ്യാസ്തു ചക്രേ സർവാർത്ഥ സാധകേ. എന്താണ് ഇതിന്റെ അർത്ഥം? ശ്രീ അമൃതാനന്ദനാഥർ പറയുകയാണ്, മന്ത്രാണാം മനനത്രാണവതാം സ്വപ്രധാരൂപയോഗാത് സ്വസ്യ ശിവാത്മനഃ സാധകസ്യ പ്രധാ ശിവാഹംഭാവ ഭാവന തദേവ മനനത്രാണനം തദ്യോഗാത് അന്വർത്ഥ സംജ്ഞകേ സർവാർത്ഥസാധകപദ അനുകൂല അർത്ഥവത്ത് സംജ്ഞാശാലിനി ശിവാഹം ഭാവനാ ലക്ഷണ മനനാത് സർവേഷാം സ്വസാധകാനാം അർത്ഥം പരമപ്രയോജനം മോക്ഷം സാധയതി ഇതി വിശേഷാത് സർവാർത്ഥസാധകചക്രേ സംസ്ഥിത ഇതി ശേഷഃ. അതായത് മനനം ചെയ്യുന്നത് കൊണ്ട് രക്ഷിക്കുന്നതാണ് മന്ത്രം എന്നതാണ് മന്ത്രശബ്ദത്തിന്റെ നിർവചനം. സാധകൻ അഥവാ സാധികയുടെ സ്വരൂപമൂലമായ ശിവസ്വരൂപ ബോധമുണ്ടാക്കുന്നതാണ് മന്ത്രമനനം ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം, സർവാർത്ഥ എന്ന പേരിലുള്ള അർത്ഥം എന്നത് മനനത്തിൻ്റെ ആ പ്രയോജനത്തെയാണ് കുറിക്കുന്നത്. ആ പ്രയോജനം അഥവാ സിദ്ധി എന്നത് മോക്ഷം തന്നെയാണ്. അത് സാധിച്ചു തരുന്നവരാണ് സർവസിദ്ധിപ്രദ മുതലായ ഈ ആവരണത്തിലെ ദേവതകൾ എന്ന് അർത്ഥം. ശ്രീ അമൃതാനന്ദനാഥർ യോഗിനി ഹൃദയത്തിന്റെ പ്രഥമ പടലമായ ചക്രസങ്കേതത്തിൽ ഇത് തന്നെ ഈ ചക്രത്തിന്റെ പേരിന് കാരണമായിട്ടും പറഞ്ഞിട്ടുണ്ട്. സർവാർത്ഥ സാധകം ക്രിയമാണാർത്ഥ പ്രയോജനം പരശിവപ്രാപ്തി തത് സാധയതി. സകല ഉപാസകരുടെയും ക്രിയാകലാപങ്ങളുടെ ഏകമായ പ്രയോജനമാണ് ശിവസായുജ്യ പ്രാപ്തി. അത് സാധിച്ചു കൊടുക്കുന്നത് കൊണ്ട് സർവാർത്ഥ സാധക ചക്രം എന്ന് അർത്ഥം. അഞ്ചാമത്തെ ആവരണമായ ബഹിർദശാരത്തിലെ, അതായത് സർവാർത്ഥ സാധക ചക്രത്തിലെ സർവസിദ്ധിപ്രദ മുതലായ ഈ കുളോത്തീർണ യോഗിനികളുടെ സ്ഥാനം വീഡിയോയിലെ ചിത്രത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ശ്രീവത്സരാജന്റെ കാമേശ്വരി സ്തുതിയിൽ ഈ യോഗിനികളുടെ വർണ്ണന ഇങ്ങനെയാണ്: ശുഭാവരാഭയഭൃതോ വന്ദേ വിശ്വകുലേശ്വരീ സർവസിദ്ധിപ്രദാദ്യാസ്ത ബഹിർദശക ദേവതാഹ. ശുഭലക്ഷണങ്ങളുള്ളവരും വര അഭയമുദ്രകൾ ധരിച്ച 2 കൈകളുള്ളവരുമായ സർവസിദ്ധിപ്രദ മുതലായ 10 കുളോത്തീർണ യോഗിനികളെ ബഹിർദശാര ചക്രത്തിൽ നമിക്കുന്നു എന്ന് അർത്ഥം.
കുല കൗല യോഗിനികൾ എന്നാണ് യോഗിനി ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നത് നമ്മൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചു. ശ്രീ ഭാസ്കര റായർ ഇതിനെ വിവക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കുലം ത്രിപുടി കൗലിക ചിദ്രൂപ ആത്മാ തയോരഭേദയേവ യോഗ തദ്വത്യ. അതായത് കുലം എന്ന് പറഞ്ഞാൽ ത്രിപുടിയാണ്, കൗലിക ശബ്ദം അതുമായി സംബന്ധപ്പെട്ട ചിദ്രൂപ ജീവാത്മാവുമാണ്. അവർ തമ്മിലുള്ള സംബന്ധമാണ് കുല കൗല പദം സൂചിപ്പിക്കുന്നത്, അതിന്റെ സ്വരൂപമായിട്ടുള്ളവർ എന്ന് അർത്ഥം. കുല കൗല ബന്ധത്തെ ഉത്തീർണം ചെയ്യുന്നവർ, അഭിവൃദ്ധിപ്പെടുത്തുന്നവർ എന്ന അർത്ഥത്തിൽ കുലോത്തീർണ യോഗിനികൾ എന്നും മനസ്സിലാക്കാവുന്നതാണ്. മാത്രല്ല, കുലം ഇന്ദ്രിയാണി കൗലിക വിഷയ യോഗ. ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയ വിഷയങ്ങൾക്കും തമ്മിലുള്ള സംബന്ധം കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പതിവ് പോലെ ത്രിപുടി പദവുമായിട്ട് സംബന്ധമുള്ളതാണ് ഈ ബഹിർദശാരത്തിന്റെ ചക്രേശ്വരിയും. ഈ സർവാർത്ഥ സാധക ചക്രത്തിന്റെ ചക്രനായിക അഥവാ ചക്രേശി ത്രിപുരാശ്രീയും സിദ്ധിയായി പറഞ്ഞിട്ടുള്ളത് വശിത്വ സിദ്ധിയും ആണ്. അത് നോക്കാം. ലോകത്രയ സമൃദ്ധീനാം ഹേതുത്വാ ചക്രനായിക ത്രിപുരാശ്രീർ മഹേശാനി മന്ത്രശുദ്ധി ഭവ പുനഃ വശിത്വാ സിദ്ധിരാഖ്യാത ഏതാഃ സർവാഹ സമർച്ചയേത്. ഇത് യോഗിനി ഹൃദയത്തിലെ മൂല ശ്ലോകമാണ്. ഇതിന്റെ ദീപികാ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുകയാണ്: ലോകത്രയസ്യ മാതൃമാനമേയ ലക്ഷണസ്യ സമൃദ്ധീനാം പരിപൂർണ പ്രമാതൃവിശ്രാന്തി ലക്ഷണാനാം ഹേതുത്വാത് ത്രിപുരാശ്രീഹി പഞ്ചമചക്രേശ്വരി പൂജ്യ ഇത്യർത്ഥഃ. ലോകത്രയം എന്നതിന് മാതാമാനമേയ ലക്ഷണമായ 3 ലോകം എന്നാണ് അർത്ഥം. എന്താണ് ഈ 3 ലോകം? അറിയുന്നവന്റെ വീക്ഷണത്തിൽ ഒരു തരത്തിലും, അറിയപ്പെടുന്ന വസ്തുവിന്റെ രൂപത്തിൽ മറ്റൊരു തരത്തിലും, അറിയുന്ന അറിവായി വേറൊരു തരത്തിലും ഉള്ളതുകൊണ്ട് ത്രിപുടി ലക്ഷണമായ ലോകം എന്ന് അർത്ഥം മനസ്സിലാക്കണം. ലോകത്തിന്റെ 3 വിഭാഗം നോക്കൂ, എത്ര നൂതനമായ സസർജനാത്മകമായ ഒരു ആശയമാണ് ആചാര്യൻ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന്. ഈ ത്രിപുടി ലക്ഷണമായ ലോകത്തിന്റെ ശ്രീഹി ഐശ്വര്യ സമൃദ്ധിക്ക് കാരണമായതുകൊണ്ട് ത്രിപുരാശ്രീഹി എന്ന് ഈ 5ാമത്തെ ചക്രത്തിന്റെ നായിക അറിയപ്പെടുന്നു. ശ്രീഹി എന്ന് വെച്ചാൽ ഐശ്വര്യം, സമൃദ്ധി. എന്നാൽ ലോകത്രയ സമൃദ്ധി, ഈ 3ന്റെയും സമൃദ്ധി എന്ന് പറയുന്നത് ത്രിപുടിയുടെ സമരസാകാരത്തിലുള്ള പ്രമാതാവിന്റെ പരിപൂർണ വിശ്രാന്തിയാണ്. അത് തന്നെയാണ് വശ്യസിദ്ധി. ഉന്മന്യന്തകാലലയ ലക്ഷണോച്ചാരണേന ചിന്മയതാ ഭാവന താദൃശ മന്ത്രശുദ്ധ്യ സ്വസാധകസ്യ വശിത്വം സകല ജഗത് സർജനേ രക്ഷണേ സംഹാരേ ച സ്വാതന്ത്ര്യം സിദ്ധ്യതി ഇതി താദൃശീ പരശിവത പ്രാപ്തി സാ ച അസ്മിൻ ചക്രേ വശിത്വ സിദ്ധിരിതി. അതായത് ചക്രപൂജയിൽ ഉന്മനി വരെയുള്ള കാലലയത്തോടുകൂടിയുള്ള മന്ത്ര ഉച്ചാരണം നിർവഹിക്കുമ്പോൾ ചിന്മയസ്വരൂപ ഭാവന ലഭിക്കുന്നു. ആ വിധത്തിലുള്ള മന്ത്രശുദ്ധി അറിഞ്ഞ സാധകന് ജഗത്തിന്റെ സൃഷ്ടിക്കും രക്ഷണത്തിനും സംഹാരത്തിനും സാമർഥ്യമുള്ള പരശിവത എന്ന് പറയുന്ന വശിത്വസിദ്ധി ഈ 5ാമത്തെ ചക്രത്തിന്റെ ചക്രേശ്വരി സാധിച്ചു കൊടുക്കുന്നു എന്നാണ് അർത്ഥം. തികച്ചും യോഗസാധനാപരമായിട്ടുള്ള മന്ത്രശുദ്ധിയുടെ രീതി, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് യോഗിനി ഹൃദയത്തിന്റെ ആദ്യത്തെ സങ്കേതത്തിൽ, ചക്രസങ്കേതത്തിൽ അകുലേ വിഷുസംജ്ഞേച ശാക്തേ വഹ്നൗ തഥാ പുനഃ എന്ന് തുടങ്ങുന്ന 25ാം ശ്ലോകം തൊട്ടുള്ള ശ്ലോകങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അതിന് ശ്രീ അമൃതാനന്ദനാഥർ സ്വച്ഛന്ദ സംഗ്രഹത്തിൽ വിവരിച്ചിട്ടുള്ള യോഗ സാധനാ രീതി ആസ്പദമാക്കി അതിവിസ്താരമായിട്ട് വ്യാഖ്യാനവും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 5ാമത്തെ ആവരണമായ ബഹിർദശാരത്തിലെ മുദ്രാശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാം. സർവോന്മാദിനി മുദ്രയാണ് ഈ ആവരണത്തിലെ മുദ്ര. യോഗ സാധനയിൽ കൂടി ചെയ്യുന്ന മന്ത്രശുദ്ധിയുടെ രീതി യോഗിനി ഹൃദയത്തിന്റെ പ്രഥമ പടലത്തിൽ ചക്രസങ്കേതത്തിൽ വിവരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ യോഗ സാധനയുമായി ബന്ധപ്പെട്ട് അർത്ഥം സൂചിപ്പിക്കുന്നതാണ് ഈ മുദ്രയുടെ പേര് സർവ ഉന്മാദിനി മുദ്ര. അതെന്താണെന്ന് നോക്കാം. ബിന്ദ്വന്തരാള വിലസത്ത് സൂക്ഷ്മരേഖാ ശിഖാമയി ജ്യേഷ്ഠാശക്തി പ്രധാനാത്തു സർവോന്മാദനകാരിണി എന്ന് യോഗിനി ഹൃദയം പറയുന്നു. ബിന്ദ്വന്തരാള വിലസത്ത് സൂക്ഷ്മരേഖ, അതായത് 2 ബിന്ദുക്കളുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന സൂക്ഷ്മരേഖ. എന്താണ് ഇതിൻ്റെ അർത്ഥം?
2 ബിന്ദുക്കൾ എന്ന് പറഞ്ഞത് ഒന്ന് മൂലാധാരത്തിലുള്ള യോനി, മറ്റത് ബ്രഹ്മരന്ധ്രത്തിലുള്ള മഹാബിന്ദു. അഥവാ മൂലാധാരത്തിലുള്ള സ്വയംഭുലിംഗത്തിൻ്റെയും ബ്രഹ്മരന്ധ്രത്തിലുള്ള പരലിംഗത്തിൻ്റെയും മധ്യത്തിൽ സൂക്ഷ്മമായ താമരനൂലിന് തുല്യമായ നേർമയിലുള്ള ദീപശിഖ പോലെ ചലിക്കുന്ന കുണ്ടലിനി ശക്തി സ്വരൂപ ജ്യേഷ്ഠാശക്തി കുണ്ടലിനി സാധന ചെയ്യുന്ന യോഗസാധകർക്ക് ഉന്മാദലഹരിയോടുകൂടിയ അതീവ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് അർത്ഥം. ആദ്യകാലങ്ങളിൽ ശ്രീചക്രോപാസന കുണ്ടലിനി സാധനയുമായി പൊരുത്തപ്പെട്ടതായിരുന്നു എന്നത് പഴയ ആചാര്യന്മാരുടെ രചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വസ്തുത നമ്മൾ തുടക്കത്തിൽ ഒരു ഭാഗത്തിൽ പരാമർശിച്ചതായിരുന്നു. എന്താണ് ഈ ഉന്മാദം ഉളവാക്കുന്നത്? സർവാൻ ഉന്മത്തവത് സർവവ്യാപാര പരാങ്മുഖാൻ ശിവശക്തി സാമരസ്യ അനുസന്ധാന പരാൻ കരോതി ഇത്യർത്ഥ. ഉന്മത്തനെ പോലെ സകല പ്രവൃത്തികളിൽ നിന്നും വിരമിച്ച് ശിവശക്തി സാമരസ്യപരമായ കുണ്ടലിനി സാധനയുടെ അനുസന്ധാനത്തിൽ സാധകനെ ഏർപ്പെടുത്തുന്നു എന്ന് അർത്ഥം. ജ്യേഷ്ഠാശക്തി പ്രധാനയാണ് ഈ മുദ്ര. ഈ മുദ്ര പ്രദർശിപ്പിക്കേണ്ടതിൻ്റെ വിവരണം ശ്രീ അമൃതാനന്ദനാഥർ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്: ശക്തി ശിവാഖ്യ കരദ്വയ മധ്യമാങ്കുഷ്ടയ സംയോഗ ബിന്ദുദ്വയാകാര വർത്തുലദ്വയ അന്തർഗത കനിഷ്ഠികാദ്വയമയി ജ്യേഷ്ഠാശക്തി പ്രധാനത്വാത് ഋജ്വാകൃതി അനാമാതർജനിദ്വയ അഗ്രസംയോഗരൂപ ശിവശക്തി സാമരസ്യ അനുസന്ധാന ലക്ഷണ ബന്ധനരൂപ സർവോന്മാദിന്യാഖ്യ മുദ്ര. വലത്തെ കൈ ശിവരൂപമാണ്, ഇടത്തേത് ശക്തിരൂപവുമാണ്. 2 കൈയിലെയും മധ്യമാ അങ്കുഷ്ടയ സംയോഗ ബിന്ദുദ്വയാകാര വർത്തുലദ്വയ, അതായത് നടുവിരലും തള്ളവിരലും ബിന്ദുവിൻ്റെ ആകൃതിയിൽ 2 വട്ടത്തിലാക്കി യോജിപ്പിച്ച് അതിൻ്റെ നടുവിലായി അന്തർഗത കനിഷ്ഠികാദ്വയമയി 2 ചെറുവിരലുകളും കടത്തണം. എന്നിട്ട് ചൂണ്ടുവിരലുകളും മോതിരവിരലുകളും നിവർത്തിപ്പിടിച്ച് ആ 4 വിരലുകളുടെയും അറ്റം യോജിപ്പിക്കണം. ഋജു ആകൃതി അനാമാതർജനീദ്വയ അഗ്രസംയോഗ രൂപ. സർവോന്മാദിനി മുദ്രയുടെ ചിത്രം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ജ്യേഷ്ഠാശക്തി പ്രധാനമാണ് ഈ സർവോന്മാദിനി മുദ്ര. ശിവശക്തി സാമരസ്യ വിചാരണമാണ് ഈ മുദ്ര കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ സർവരക്ഷാകര ചക്രത്തില് തർജനി, അതായത് ചൂണ്ടുവിരൽ വാമാശക്തിയുടെ പ്രതീകമായിരുന്നു. ഈ സർവാർത്ഥ സാധക ചക്രത്തില് അത് ജ്യേഷ്ഠാശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ശ്രീചക്ര നവാവരണ മുദ്രകൾ ഓരോന്നിലും ഓരോ വിരലും ഉണർത്തുന്ന തത്വം എന്ന് പറയുന്നത് അതാത് മുദ്രകളുടെ ഭാവവും പ്രാധാന്യവും അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് ഓരോ വിരലും ഒരു മുദ്രയിൽ ഉണർത്തുന്ന അർത്ഥമായിരിക്കണമെന്നില്ല മറ്റൊരു മുദ്രയിലും. അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓരോ ആവരണത്തിലെയും ചക്രത്തിൻ്റെ പേര്, ചക്രേശ്വരിയുടെ പേര്, ആ ആവരണത്തിലെ സിദ്ധിയുടെ പേര്, അതിലുള്ള മുദ്രാശക്തിയുടെ പേര്, ഈ 4ൻ്റെയും പുറകിലുള്ള തത്വങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് നമ്മൾ ശ്രീ കാമകലാവിലാസത്തിലെ ശ്രീചക്ര സ്വരൂപം വിവരിക്കുന്ന ഈ ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി പോകുന്നത്. ഈ തത്വ വിശദീകരണങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ എല്ലാം ഒന്നും കൂടി ശ്രദ്ധയോടെ കേട്ടാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്തിനാണ് ഇത് മനസ്സിലാക്കേണ്ടത്? ശ്രീചക്ര നവാവരണ പൂജ, ഖഡ്ഗമാലാദി മന്ത്രമാലകളുടെ പാരായണമൊക്കെ ചെയ്യുമ്പോൾ ഈ ആവരണങ്ങളുടെ, പ്രത്യേകിച്ച് ചക്രേശ്വരികളുടെയും ഒക്കെ നാമം സ്മരിക്കുമ്പോൾ ആ നാമങ്ങളുടെ പുറകിലുള്ള തത്വം, വാസന കൂടി മനസ്സിൽ സ്ഫുരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ വിവരണം യോഗിനി ഹൃദയത്തിൽ പൂജാസങ്കേതത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. ശ്രീചക്ര ദേവതകളുടെ വെറും ബാഹ്യമായുള്ള കരചരണാദി സ്വരൂപങ്ങളുടെ അല്ല, അതാത് ദേവതകളുടെ ആ തത്വമയ സ്വരൂപങ്ങളുടെ സ്മരണയാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ മാത്രമേ മനസ്സിൻ്റെ വികൽപ്പരൂപ ഭാവനകളിൽ നിന്നൊക്കെ വിമുക്തമായി സാധന കൂടുതൽ നിർവികൽപ്പ അനുഭൂതിയിലേക്ക്, അന്തർമുഖ സമാരാധനയിലേക്ക് കടക്കുള്ളൂ. എന്താണ് വികൽപ്പരൂപ ഭാവന എന്ന് വെച്ചാൽ? മനസ്സിൻ്റെ പല രീതികളിലുള്ള ഇമാജിനേഷൻസ്, ധ്യാന ശ്ലോകങ്ങളിലും സ്തോത്രപാരായണങ്ങളിലുമൊക്കെ സംഭവിക്കുന്ന ഇഷ്ടമുള്ള രീതിയിലൊക്കെ മനസ്സ് വിഭാവന ചെയ്യുന്ന രൂപചിത്രങ്ങൾ. ഇതിൽ നിന്നും നിർവികൽപ്പ അനുഭൂതിയിലേക്ക്, ഫോം ടു ഫോംലെസ്നെസ്, അബ്സ്ട്രാക്ട്നെസ്സിലേക്ക്, അതായത് രൂപഭാവനയിൽ നിന്നും രൂപരാഹിത്യത്തിലേക്ക്, അല്ലെങ്കിൽ ഭാവത്തിൽ നിന്നും ഭാവാതീതത്തിലേക്ക് കടന്നാൽ മാത്രമേ
അന്തർമുഖ സമാരാധന സംഭവിക്കുള്ളൂ. അത് മനസ്സിലാക്കേണ്ടതാണ്. ത്രിപുടിയുടെ സമരസാവസ്ഥ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. അഹന്ത ഇദന്തയോഹോ ഐക്യമതിഹി. അറിയുന്ന എനിക്കും അറിയപ്പെടുന്ന ഈ പ്രപഞ്ചത്തിനും തമ്മിൽ ഭേദമില്ല എന്നുള്ള അനുഭൂതി സിദ്ധിക്കലാണ് ശ്രീചക്ര ഉപാസനയുടെ പരമോന്നത ലക്ഷ്യം. ആ സൂക്ഷ്മതത്വം നമ്മൾ ഒരിക്കലും മറക്കരുത്. പല രീതിയിൽ പറഞ്ഞിട്ടുള്ള ഈ സിദ്ധികളുടെയൊക്കെ ശരിയായ അർത്ഥം, ഉദ്ദേശം അതുതന്നെയാണ്. ഇനി 43-ാമത്തെ ശ്ലോകത്തിൽ ചതുർത്ഥാവരണത്തിൻ്റെ 4-ാമത്തെ ആവരണത്തിൻ്റെ സർവസൗഭാഗ്യദായക ചക്രത്തിൻ്റെ വിവരണമാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.